ഹായ് ഹലോ എല്ലാവർക്കും സൺഷൈൻ ടേൽസിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ആകെ കൂടെ 5 മിനിറ്റ് 40 സെക്കൻഡേ ഉള്ളൂ കേട്ടോ. വ്ളോഗ് ഇതെന്താന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കല്യാണത്തിന്, അതായത് എൻ്റെ കല്യാണ സാരി എടുക്കാൻ പോണ വ്ളോഗാട്ടോ. യൂഷ്വലി കല്യാണ സാരി എടുക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും, ബന്ധുക്കളും എല്ലാവരും ഉണ്ടാവും. പക്ഷെ നമ്മുടെ കാര്യത്തിൽ ഞാൻ നാട്ടിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം, അതായത് ഞാൻ രാത്രി ഒരു 1 മണിക്ക് ലാൻഡ് ചെയ്തു. അല്ല, 1 മണിക്ക് വീട്ടിലെത്തി. 12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ലാൻഡ് ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് 9 മണി ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ പോണത് തൃശ്ശൂർ കല്യാണമാണ് സാരി എടുക്കാൻ പോണേ. അപ്പോൾ ആകെ ഞാനും പപ്പയും അമ്മയും പിന്നെ വേണിച്ചേട്ടനും കൂടി ആട്ടോ പോണത്. അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ കാണിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പറയണതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്. ഞാൻ ഇന്ന് ഇവിടെ എൻ്റെ ഒരു ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു കേട്ടോ, വോയിസ് മെസ്സേജ് അയച്ചിട്ട്. അപ്പോൾ ചേട്ടൻ പറയായിരുന്നു, നന്നായിട്ട് തന്നെ ചെയ്യണേ, പക്ഷെ നീ ഭയങ്കര ചമ്മിയാണ് പറയണേന്നുള്ളത്. നിൻ്റെ ഭാഷ, അതായത് എൻ്റെ രീതിയൊക്കെ വേറെയാ, സംസാര രീതി ശരിക്കുള്ളതിൽ പറയുമെന്ന് പറഞ്ഞപ്പം എനിക്ക് എന്തുകൊണ്ടാണെന്നറിയില്ല, എനിക്ക് ഭയങ്കര സന്തോഷം. അതായത് കൊള്ളാലോ, എനിക്ക് ഭയങ്കര സപ്പോർട്ട് കിട്ടിയ പോലെയായി. കാരണം ഞാനിങ്ങനെ വീഡിയോ അയച്ചു കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനലാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഇപ്പോഴാണ് അയച്ചു കൊടുത്തത്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പം ഞാൻ കേട്ട് നോക്കിയപ്പോൾ ശരിയാണ്, ഞാൻ നോർമലി സംസാരിക്കണ പോലെ അല്ല അതിൻ്റെ അകത്തൊന്നും സംസാരിക്കുന്നത്, ഇങ്ങനെ പിടിച്ച് സംസാരിക്കണ പോലെയാണ് തോന്നിയത്. അപ്പോൾ ഞാൻ ഓർത്തു, എന്നാൽ പിന്നെ ഇനി ആ ഒരു ചമ്മൽ വേണ്ട, ഇനിയിപ്പോൾ ഞാൻ ശരിക്കും എങ്ങനെയാണോ സംസാരിക്കേണ്ടത് അതുപോലെ തന്നെ സംസാരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേറൊരു കാര്യം, ഞാൻ നോർമലായിട്ട് സംസാരിക്കുന്നത് ഭയങ്കര സ്പീഡിലാണെന്ന് എനിക്കറിയാം. പിന്നെ എന്നിട്ട് പറയാം, സന്തോഷം കൂടുമ്പോൾ ഒന്നും കൂടി സ്പീഡ് കൂടുന്നു പറയില്ലേ, അതുപോലെയായി. അപ്പോൾ അതാണ് എനിക്ക് പറയാനുണ്ടായിരുന്നൊരു കാര്യം. അപ്പോൾ ആദ്യത്തെ വ്ളോഗ് കാണുന്നവർക്കും അതിൻ്റെ അകത്തുള്ള വോയിസ് ഓവറും ഇതും വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ കാരണം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇത്രയും നീട്ടി വലിച്ച് പറഞ്ഞത്. നമ്മൾ അപ്പോൾ കല്യാണ സാരിയും പിന്നെ ഒന്നാമത്തതും അതിനെന്തോട്ട് പറയുക, 2ാം സാരി 3ാം സാരി, അത് 3 സാരിയും മേടിച്ചുള്ളൂ. കാരണം ഞാനങ്ങനെ അധികം ഉടുക്കാറില്ല. എനിക്ക് സാരി ഇഷ്ടമാണ്, പക്ഷെ ഞാനങ്ങനെ അത് ഉടുക്കാറില്ല. അതുകൊണ്ട് ആകെ 3 മേടിച്ചുള്ളൂ കേട്ടോ. കുറേ നോക്കിയിട്ടും എനിക്ക് അങ്ങനെ എന്തോട്ട് പറയുക, മനസ്സിന് ഇഷ്ടപ്പെടുന്നത് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവസാനം ഞാൻ വിചാരിച്ചു, ഇനിയിപ്പോൾ ചുമപ്പ് തന്നെ എടുക്കേണ്ടി വരുമോ എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് നല്ലൊരു കളറ് കണ്ടത് കേട്ടോ. ആ കളറ് ഞാൻ എടുത്തു. ആ കളറ് എവിടെയും കണ്ടിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും അങ്ങനെ ഭയങ്കര എന്താ, എല്ലാ സ്ഥലത്തും കാണുന്ന പോലത്തെ ഒരു കളറല്ല അത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കളറ് തന്നെയാണ്. അത് ഉടുപ്പിച്ച് അതിങ്ങനെ വെച്ച് നോക്കി കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ എന്നാലും ഞാൻ ഒരു പച്ച എടുത്തിട്ടുണ്ട്, ഒരു മജന്ത എടുത്തിട്ടുണ്ട്. അത് 2 അതാണ് സെക്കൻഡ് സാരിയും തേർഡ് സാരിയും ആയിട്ട് എടുത്തത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേരും മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് എടുത്തിട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. കാരണം ഉറക്കത്തിൻ്റെ നല്ല ക്ഷീണമുണ്ട്. എൻ്റെ ഫ്ലൈറ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ലെങ്തി ഫ്ലൈറ്റ് ആയിരുന്നു. ലോങ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാണ്ടല്ലോ, ഭയങ്കര ലോങ് ഫ്ലൈറ്റ് ആയിരുന്നു. ഇത്രയും ലോങ് ഫ്ലൈറ്റിൽ ഞാൻ ഇന്ന് വരെ ഇരുന്നിട്ടില്ല, അതുപോലത്തെ ആയിരുന്നു. പക്ഷെ എന്നാലും സാരില്ല, നമ്മൾ വന്നു. സാരി ഇത് കേട്ടോ, എൻ്റെ കല്യാണ സാരി പിസ്ത ഗ്രീനും പേസ്റ്റൽ പിങ്കും. അത് പേസ്റ്റൽ പിങ്ക് തന്നെയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷെ എന്നാലും നമ്മളെപ്പോഴും കാണുന്നൊരു നോർമൽ പിങ്ക് അല്ല. അപ്പോൾ ഇതാണ് എടുത്തത്. യൂഷ്വലി ഞാൻ എല്ലാ സ്ഥലത്തും കണ്ടിട്ടുള്ളത് സാരി ഇങ്ങനെ ഫ്ലീറ്റ്സ് എടുത്തിട്ട്, പല്ലോ അങ്ങനെയൊക്കെ ഫ്ലീറ്റ്സ് എടുത്തിട്ട് ഇങ്ങനെ കുത്തിയിട്ടൊക്കെ കാണിക്കുമല്ലോ. പക്ഷെ എൻ്റെ ഇതിൽ അവരങ്ങനെ കാണിച്ചില്ല കേട്ടോ. പക്ഷെ അന്നേരം കുഴപ്പമില്ല, വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് മാത്രമല്ല, എല്ലാം അങ്ങനെ അവരങ്ങനെ വെച്ച് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഈ പച്ച കൊടുത്തു നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ ദൈവം ഇനിയിപ്പോൾ പച്ച എടുക്കേണ്ടി വരുമോ, ഈ പച്ച എടുക്കണോ അതോ ഇനിയിപ്പം പിസ്താത്ത ഗ്രീൻ തന്നെ എടുത്താൽ മതിയോ എന്നൊക്കെ വിചാരിച്ചു. എൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ 3 സാരിയും എടുത്തു കഴിഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചത് പച്ച ഇടാമെന്ന് കേട്ടോ. അതായത് ഈ പച്ച, ഈ കരിമ്പച്ച, ഇത് കല്യാണ സാരിയായിട്ട് എടുക്കാമെന്നാണ് വിചാരിച്ചത്, കല്യാണത്തിന് കൊടുക്കാമെന്നുള്ളത്. അപ്പം മറ്റുള്ളവരൊക്കെ പറഞ്ഞു, പപ്പയും അമ്മയും പറഞ്ഞു പിസ്ത ഗ്രീൻ എടുത്താൽ മതി, അതാണ് നല്ലത്, അധികം അതങ്ങനെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് അത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇത് റാണി പിങ്ക്, ഇത് വെച്ച് നോക്കിയപ്പോഴും ഞാൻ വിചാരിച്ചു പച്ച വേണ്ട, റാണി പിങ്ക് മതി. പക്ഷെ എടുത്തില്ല കേട്ടോ, ഉടുത്തത് പച്ച തന്നെയാണ്. പക്ഷെ എനിക്ക് 3 ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിനെല്ലാത്തിനും അണ്ടർ സ്കർട്ട് എടുത്തു, ബ്ലൗസും എല്ലാം തുന്നിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഒന്നും ഞാൻ ഉടുത്തില്ല.
കാരണം നമുക്ക് ഉടുക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. കാരണം 10 ദിവസം ഞാൻ നാട്ടിലുണ്ടായിരുന്നിട്ടുള്ളൂ, അതായത് കല്യാണത്തിന് മുമ്പ്. കല്യാണത്തിൻ്റെ പിറ്റേ ദിവസം ഞാൻ തിരിച്ച് പഞ്ചാബിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ഇതൊന്നും ഉടുക്കാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. കൊണ്ടുപോയി എന്ന് മാത്രം, പക്ഷെ ഉടുത്തൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേ തിരിച്ച് താഴെ ഇറങ്ങി വന്ന് സാരിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അതിന് പറ്റിയ പാവാടയും ബ്ലൗസിനുള്ള ലൈനിങ്ങും എല്ലാം നോക്കുമായിരുന്നു കേട്ടോ. പാവാട ഞാനെടുത്തത് ഫിഷ് കട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി പോയി പത്തൻസിൽ പോയിട്ട് കിടിലൻ ഒരു മസാല ദോശയും പിന്നെ നല്ല സൂപ്പർ കാപ്പിയും കുടിച്ചിട്ട് ആ ദിവസം അങ്ങോട്ട് അവസാനിപ്പിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഗോഡ് ബ്ലസ് യു ഓൾ. ബൈ.